ഹലോ ഡിയർ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിനകത്തുള്ള 6ാമത്തെ ചാപ്റ്റർ മോഷൻ, അത് ഫിസിക്സിനകത്ത് വരുന്നതാണ്. മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ആദ്യം മോഷൻ എന്ന് മനസ്സിലാക്കണം. അതായത് മൂവ്മെൻറ്റ്, അതായത് ഒരു വസ്തുവിന് ചലനം അഥവാ മോഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഉദാഹരണത്തിന് ഒരു കാക്ക പശുവിൻ്റെ പുറത്ത് ഇരിക്കുകയാണ്. അപ്പോൾ കാക്ക മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാക്ക പശുവിൻ്റെ പുറത്ത് വെറുതെ ഇരിക്കുക. അപ്പോൾ കാക്ക മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരാൾ നമ്മളോട് ചോദിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ കാക്ക പശുവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പശുവിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്, കാക്ക അവിടെ മൂവ് ചെയ്യുന്നില്ല. പക്ഷേ പശു ഗ്രൗണ്ടിലൂടെ നടക്കുകയാണ്. അപ്പം കാക്ക എന്ത് ചെയ്യാണ്? പശുവിൻ്റെ പുറത്തിരുന്നുകൊണ്ട് പശുവിനോടൊപ്പം തന്നെ ഗ്രൗണ്ടിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാക്കയ്ക്ക് മോഷനുണ്ട്. പക്ഷേ പശുവിനെ അത് വെച്ച് നോക്കുമ്പോൾ എന്താണ്? ആ കാക്കയ്ക്ക് മൂവ്മെൻ്റ് ഇല്ല, മോഷനില്ല. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് ഇതിനകത്ത് പഠിക്കുന്നത്. പിന്നെ ഇതൊരു വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പം എന്താണ് ആദ്യം മോഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വായിച്ച് നോക്കാം. അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് സാർ, ഒരു സ്റ്റുഡൻറ്റ് വന്ന് സാറിനോടൊരു ഡൗട്ട് ചോദിക്കുന്നതാണിത്. സാർ, ഹൗ ഫാസ്റ്റ് ഡസ് ദ സോറിംഗ് പ്ലെയിൻ ഫ്ലൈ ഔട്ട് ഓഫ് സൈറ്റ്? സാറേ, ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് എത്ര പെട്ടെന്നാണ്, പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് എത്ര പെട്ടെന്നാണ് നമ്മുടെ കണ്ണിൽ നിന്ന് പോകുന്നത്? അതുപോലെ ദർ ഈസ് നത്തിങ് സോ സർപ്രൈസ്. അപ്പം അന്നേരം സാറ് തിരിച്ചു പറയുകയാണ്, ദർ ഈസ് നത്തിങ് സോ സർപ്രൈസിങ് അബൌട്ട് ഇറ്റ്, ആർ എൻ വി ടു മൂവിങ് അറ്റ് ഗ്രേറ്റ് സ്പീഡ്. അപ്പോൾ സാറ് ആ കുട്ടിയോട് പറഞ്ഞെടുക്കുക, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, നമ്മളും അതുപോലെ തന്നെ നല്ല സ്പീഡിൽ നമുക്കും മൂവ് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് സാറ് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ പഠിച്ചാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ എന്താണെന്ന്. അപ്പോൾ അന്നേരം സാറിനോട് ആ കുട്ടി ചോദിക്കുകയാണ്, സർ, ഹൗ ഈസ് ദാറ്റ് പോസിബിൾ സർ, ആർ എൻ വി സ്റ്റിൽ നൗ? അപ്പോൾ എന്താണ് സാർ, ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? നമ്മളിപ്പോഴും എന്താണ് നിശ്ചലാവസ്ഥയിലല്ലേ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നോട്ട് അറ്റ് ഓൾ, നൗ വി ആർ മൂവിങ്. അപ്പോൾ അല്ല, നമ്മൾ എന്താണ് വെറുതെ നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയല്ല, നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സാർ പറയുകയാണ്. അപ്പോൾ അന്നേരം ചോദിക്കുകയാണ്, ഹൗ ഡു വി നോ വെദർ എ ബോഡി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ അറ്റ് റെസ്റ്റ്? അപ്പം എന്താണ് കുട്ടിക്ക് സംശയമായി. അപ്പോൾ എങ്ങനെയാണ്? സാറ് പറഞ്ഞു, ഇല്ല, നമ്മളും വെറുതെ നിൽക്കുകയല്ല, നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ അന്നേരം കുട്ടിക്ക് ഡൗട്ടായി, നമ്മൾ എങ്ങനെയാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ആൻസറാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് ലെറ്റസ് കുറച്ച് സിറ്റുവേഷൻസാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, എ പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ്. ഒരു പാസഞ്ചർ മൂവിങ് ബസ്സിൽ, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനകത്തിരിക്കുകയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദ ബസ് എന്താണ്, ആ പാസഞ്ചർ റെസ്റ്റിലായിരിക്കും, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരിക്കും. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ദ റോഡോ, ബസ് മൂവ് ചെയ്യാണ്, ആ ഒപ്പം തന്നെ പാസഞ്ചർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ദ റോഡ് പാസഞ്ചർ ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് കേസ് നമ്മൾ പറഞ്ഞതാണ്, എ ക്രോ സിറ്റിംഗ് ഓൺ എ കൗ ഗ്രാസിങ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ ഒരു കാക്ക എന്താണ് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന പശുവിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു. നമ്മൾ സാധാരണ കാണുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദ കൗ എന്താണ്, ക്രോ വിൽ ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു ദ കൗ എന്തായിരിക്കും, ദ ക്രോ വിൽ ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിരിക്കും. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് എന്തായിരിക്കും, ദ ക്രോ വിൽ ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആയിരിക്കും. ഇനി അടുത്ത എക്സാമ്പിൾ വീണ്ടും വരുവാണ്, എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്. ഒരു ഗ്രൗണ്ടിൽ വെറുതെ നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് എന്തായിരിക്കും, ഗ്രൗണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ദ ചൈൽഡ് വിൽ ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിരിക്കും. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദ സണ്ണിന് നോക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ എർത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സണ്ണിന് വിത്ത് റെസ്പെക്ട് ടു സണ്ണാകുമ്പോൾ നമ്മുടെ എർത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ചൈൽഡും വിത്ത് റെസ്പെക്ട് ടു ദ സൺ എന്താണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത്, എ ബുക്ക് ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ. ഒരു കറങ്ങുന്ന റൊട്ടേറ്റിംഗ് ടേബിളിൽ വെച്ചിരിക്കുന്ന ഒരു ബുക്ക്. വിത്ത് റെസ്പെക്ട് ടു ദ ടേബിൾ എന്തായിരിക്കും, ടേബിളിനെ വെച്ച് നോക്കുമ്പം ആ ബുക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിരിക്കും. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോർ എന്തായിരിക്കും, ആ ടേബിൾ കിടക്കുന്ന ഫ്ലോറിനെ വെച്ച് നോക്കുമ്പോൾ ദ ബുക്ക് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഇതാണ് എന്താണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതായത് ഒരു വസ്തു മൂവ് ചെയ്യുകയാണോ അതെയോ അല്ലയോ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ആ വസ്തു എന്തിനെ ബേസ് ചെയ്താണോ, മൂവ്മെൻ്റ് ആണോ, മോഷനാണോ അല്ലയോ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ അല്ലെ സ്റ്റേറ്റ് ഓഫ് മോഷനാണോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിനെ റെഫർ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എന്താണ്, ഫ്രം ദ അനാലിസിസ് ഓഫ് ദ ടേബിൾ ഡിഡ്ന്റ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ക്യാൻ സ്റ്റേറ്റ് വെദർ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഒൺലി വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ബോഡി എന്താണ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ അഥവാ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ എന്ന് പറയണമെങ്കിൽ എന്താണ്, ഓൺലി വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ്. മറ്റൊരു വസ്തുവിനെ ബേസ് ചെയ്ത് റെഫർ ചെയ്ത് മാത്രമേ നമുക്കൊരു ബോഡി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോഷനിലാണോ അല്ലയോ എന്ന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ ബോഡിയെ
the object which is taken as reference is the reference body. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് the crow sitting on a cow. അപ്പോൾ എന്താണ് കൗവിലാണ് ഒരു ക്രോ ഇരിക്കുന്നത്. ആ ക്രോ വിത്തിൻ ദ മോഷനാണോ അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ എന്താണ് വിത്ത് റെസ്പെക്ട് ടു കൗവിനെ വെച്ച്, അതായത് ഇവിടെ ആരാണ് റെഫറൻസ് ബോഡി, ഒന്നുകിൽ വിത്ത് റെസ്പെക്ട് ടു കൗ ആയിരിക്കണം, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എന്തായിരിക്കണം, ഗ്രൗണ്ട് ആയിരിക്കണം. അപ്പോൾ ഇവിടെ കൗ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ബോഡിയാണ്, അതുപോലെ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത് റെഫറൻസ് ബോഡിയാണ്. അപ്പോൾ റെഫറൻസ് ബോഡി ഇസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. അപ്പോൾ എന്താണ് റെഫറൻസ് ബോഡി? ഇമ്പോർട്ടൻ്റ് ആണ്. റെഫറൻസ് ബോഡി ഇസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. ഒരു ഒബ്ജക്റ്റിൻ്റെ എന്താണ് സ്റ്റേറ്റ് റെസ്റ്റിലാണോ അതെയോ മോഷനിലാണോ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ റെഫർ ചെയ്യുന്ന ഒബ്ജക്റ്റിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് റെഫറൻസ് ബോഡി. അപ്പോൾ എന്താണ് റെഫറൻസ് ബോഡി ഇസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. ഇനി അടുത്ത് the position of an object. If the position of an object changes with respect to the reference body, then the body is said to be in motion. അതായത് റെഫറൻസ് ബോഡിയെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഇപ്പോൾ കാക്കയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു കൗ എന്ന് പറയുമ്പോൾ കൗ അല്ല, വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറയുന്നത് വിചാരിച്ചാൽ ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്, അതായത് ഇഫ് ദ പൊസിഷൻ ഓഫ് എ ക്രോ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ് ബോഡി ഗ്രൗണ്ട്, ദെൻ ദ ക്രോ ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. അവിടെ അങ്ങനെ പറഞ്ഞു നോക്കാം. അതായത് ഇവിടെ ക്രോയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് ബോഡിയായ ഗ്രൗണ്ടിനെ വിത്ത് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ, റെഫറൻസ് ബോഡി അതായത് ഗ്രൗണ്ടിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്രോയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോഡി എന്താണ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. ബട്ട് ഇഫ് ദ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് ദെൻ ദ ബോഡി ഈസ് സെഡ് ടു ബി അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇവിടെ ഈ ക്രോയുടെ കേസ് തന്നെ വിത്ത് റെസ്പെക്ട് ടു കൗ ആണ് പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു കൗ പറയുവാണെങ്കിൽ എന്താണ് പൊസിഷൻ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ എന്താണ് പൊസിഷൻ എപ്പോൾ നോക്കിയാലും കൗവിനെ വെച്ച് നോക്കുമ്പോൾ കൗവിൻ്റെ മുതുകത്താണ് ഇരുന്നത് ആക്കെങ്കിൽ ആ മുതുകത്ത് തന്നെയായിരിക്കും, ആ പുറത്ത് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ വിത്ത് റെസ്പെക്ട് ടു കൗ പറയുമ്പം എന്താണ് അവിടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നില്ല, അപ്പോൾ എന്താണ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ ബോഡി ഈസ് സെഡ് ടു ബി അറ്റ് റെസ്റ്റ്. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ബോഡി സെഡ് ടു ബി അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാലും പിന്നെ എന്താണ് ബോഡി സെഡ് ടു ബി അറ്റ് മോഷൻ എന്ന് പറഞ്ഞാലും. അപ്പോൾ എന്താണ് മോഷൻ എന്ന് മനസ്സിലായല്ലോ. അതായത് ഒരു റെഫറൻസ് ബോഡിയെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയും, ദ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. ബട്ട് എന്താണ് ഇഫ് ദ പൊസിഷൻ ഓഫ് ദ ബോഡി ഈസ് ഒബ്ജക്റ്റ് ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് ബോഡി, ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. പൊസിഷനെ വെച്ച് നോക്കുമ്പോൾ അവിടെ എന്താണ് ചേഞ്ച് വരുന്നില്ല എങ്കിൽ ആ ബോഡി എന്തെന്ന് പറയും, റെസ്റ്റിലാണെന്ന് പറയും. ഇനി അടുത്ത് എങ്ങനെയാണ് എന്താണ് എ ബോഡി ഇൻ മോഷൻ അണ്ടർഗോസ് എ ചേഞ്ച് ഓഫ് പൊസിഷൻ, ഹൗ വി ക്യാൻ ഡിറ്റർമൈൻ ദിസ്. അപ്പം എന്താണ് മോഷൻ എന്നും എന്താണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നും എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ റെഫറൻസ് ബോഡി എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ ഈ പോർഷനിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ വാട്ട് ഈസ് റെഫറൻസ് ബോഡി, what is said to be an object is in state of rest, or when we can say that a body is in a state of rest or a body is in a സ്റ്റേറ്റ് ഓഫ് മോഷൻ, അതായത് ഒരു വസ്തു മോഷനിലാണോ അതല്ലെങ്കിൽ റെസ്റ്റിലാണോ എന്ന് എപ്പോൾ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റെഫറൻസ് ബോഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇപ്പോൾ ഒരു പാസഞ്ചർ ബസ്സിനകത്തിരിക്കുന്നു, വിത്ത് റെസ്പെക്ട് ടു ദ ബസ് എന്താണ് അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ എന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് ചോദിക്കാൻ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് കടക്കാൻ പോവാണ്. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഒരു ഫിഗർ ഇവിടെ കാണിക്കാൻ പോവാണ്. ദ പാത്ത് ത്രൂ വിച്ച് എ പേഴ്സൺ ട്രാവൽഡ് ടു ഹിസ് ഓഫീസ് ആൻഡ് റിട്ടേൺഡ് ഹോം ആർ ഡെബിസിറ്റഡ് ഇൻ ഫിഗർ 6.2. ഹി ടുക്ക് ദ റോഡ് നിയർ ദ ഹോസ്പിറ്റൽ ടു ഗോ ടു ദ ഓഫീസ്. അതായത് ഒരു മനുഷ്യൻ ഒരു പേഴ്സൺ എന്താണ് ട്രാവൽ ടു ഹിസ് ഓഫീസ് ആൻഡ് റിട്ടേൺഡ് ഹോം എന്താണ് ഓഫീസിലേക്ക് പോകുന്ന വഴിയും തിരിച്ചു വരുന്ന വഴിയും പിക്ചറിൽ കാണിച്ചിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഹി ടുക്ക് ദ റോഡ് നിയർ ദ ഹോസ്പിറ്റൽ ടു ഗോ ടു ദ ഓഫീസ്. ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള വഴിയിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ ഈ പിക്ചറിനകത്ത് നോക്കിക്കൊള്ളുക. അദ്ദേഹത്തിൻ്റെ ഹോമിൽ നിന്നും ഓഫീസിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിനടുത്തുള്ള വഴിയിലൂടെയാണ് അയാൾ ഓഫീസിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് എന്താണ് ഒരു 600 മീറ്റർ ദൂരം സഞ്ചരിച്ച്
എന്താണ് ഹോസ്പിറ്റലിന് മുന്നിലെത്തി. അവിടെ നിന്നൊരു 300 മീറ്റർ ദൂരം സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി. രാവിലെ അദ്ദേഹം ഓഫീസിൽ പോയത് എങ്ങനെയാണ്? 600 മീറ്റർ ഈ ദൂരവും ഈ 300 മീറ്ററും കൂട്ടി മൊത്തം 900 മീറ്റർ, ഏതാണ് 900 മീറ്റർ ദൂരത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഓഫീസിലേക്ക് എത്തിയത്. ഇനി അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം ഓഫീസ് വിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് റേഷൻ കടയിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം റേഷൻ ഷോപ്പിൽ കയറിയിട്ട് എങ്ങനെയാണ്, അപ്പോൾ എത്രയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും റേഷൻ ഷോപ്പിലേക്ക് 660 മീറ്റർ ഉണ്ടായിരുന്നു. 660 മീറ്ററിലെത്തി റേഷൻ കടയിൽ കയറി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം വീണ്ടും എന്താണ് 420 മീറ്റർ ദൂരം സഞ്ചരിച്ച്. അപ്പോൾ 660 + 420 ദാറ്റ് ഈസ് ഈക്വൽ ടു 1080 മീറ്റർ സഞ്ചരിച്ച് അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അദ്ദേഹം മൊത്തത്തിൽ സഞ്ചരിച്ച ദൂരം എന്താണ്? ഒരു ദിവസം മൊത്തം സഞ്ചരിച്ച ഡിസ്റ്റൻസ്, അതാണ് ഡിസ്റ്റൻസ്. അപ്പോൾ ആ മൊത്തം സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? 600 + 300 + 660 + 420. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ അദ്ദേഹം എന്താണ്? മൊത്തം സഞ്ചരിച്ച ദൂരമായി മാറി. അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി നമ്മൾ നോക്കുക എന്താണ്, ആദ്യം നമുക്കതിനെക്കുറിച്ച് പറയാം. എന്താണ്, അപ്പോൾ അദ്ദേഹം ബട്ട് ഹി കെയിം ബാക്ക് ത്രൂ ദ റോഡ് എലോങ് ദ റേഷൻ ഡിപ്പോട്ട്. ലെറ്റ് us അനലൈസ് ദ ഡിസ്റ്റൻസ് ഹി ട്രാവൽഡ്. ദ ലെങ്ത് ഓഫ് ദ റോഡ് ടേക്കൺ ഫോർ ട്രാവലിംഗ് ഇസ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ അദ്ദേഹം മൊത്തത്തിൽ സഞ്ചരിച്ച ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ്. ആ ദൂരത്തിനെയാണ് പറയുന്നത് എന്തെന്ന്? ഡിസ്റ്റൻസ്. അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് ഇസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്. അദ്ദേഹം സഞ്ചരിച്ച പാത്തിൻ്റെ എന്താണ് ലെങ്തിനെയാണെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എന്താണ്, അദ്ദേഹം രാവിലെ ഓഫീസിൽ നിന്നിറങ്ങി അദ്ദേഹം പോയി ഈ വഴിക്കോടെ തിരിച്ചിവിടെ വരുമ്പം അദ്ദേഹം സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 + 300 + 660 + 420. ഇത്രയും ഫുൾ ഡിസ്റ്റൻസ് സഞ്ചരിച്ചാണ് അദ്ദേഹം എവിടെ എത്തിയത്? വീട്ടിലെത്തിയത്. അപ്പോൾ അതാണ് അദ്ദേഹം സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്. അപ്പോൾ എന്താണ് ഇനി അടുത്ത വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ടു റീച്ച് ദ ഓഫീസ് ആൻഡ് ടു റീച്ച് ഹോം? അദ്ദേഹം എന്താണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്താനും ഓഫീസിലേക്ക് എത്താനും എടുത്ത ദൂരം എത്രയാണെന്ന്. പിന്നെ അത് 600 + 300 ആണ് അദ്ദേഹത്തെ എന്താണ് ഓഫീസിലേക്ക് എത്താനുള്ള ദൂരം എത്തിയത്. വീട്ടിലേക്ക് എത്താൻ എങ്ങനെയാണ്? ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടി 660 + 420 മീറ്റർ. ഇനി അടുത്ത ആർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ബോത്ത് ദ സിറ്റുവേഷൻസ് ഈക്വൽ? അതായത് രാവിലെ പോയപ്പോഴും വൈകിട്ട് വന്നപ്പോഴും അദ്ദേഹം ഒരേ ദൂരമാണോ സഞ്ചരിച്ചത്? അല്ല. കാരണം എന്താ? ഇത് എളുപ്പത്തിലുള്ളൊരു വഴിയിലൂടെ പോയി. 600 + 300 എന്ന് പറയുമ്പോൾ എന്താണ് 900 മീറ്റർ ദൂരത്തിലാണ് പോയത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം 660 + 420 മീറ്ററായ 1080 മീറ്റർ സഞ്ചരിച്ചാണ് തിരിച്ച് റേഷൻ കടയിലൊക്കെ കയറിയിട്ട് തിരിച്ചു വന്നത്. ഇനി അടുത്ത് ഫൈൻഡ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഹിസ് ഹോം ടു ഹിസ് ഓഫീസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. എന്നിട്ട് പറയാണ്, ഇനി മൂന്നാമതൊരു കാര്യം പറയാണ്, ഈ വീട്ടിൽ നിന്ന് ഈ റോഡിലൂടെ ഒന്നും പോകാതെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, അതാണ് ഈ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് എത്രയാണെന്നറിയാമോ? 480 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ഡിസ്റ്റൻസാണ്? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസാണ്. നേരായ പാതയിലൂടെയുള്ള, അതായത് വളഞ്ഞും തിരിഞ്ഞൊന്നുമല്ല, നേരെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്താനുള്ള ദൂരമാണെന്ന് പറയുന്നത് ഈ 480 മീറ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ്? അപ്പോൾ 480. വിൽ ഹി റീച്ച് ദ ഓഫീസ് ഇഫ് ഹി ട്രാവൽസ് 480 മീറ്റർ ടുവേഴ്സ് നോർത്ത്? അപ്പോൾ അദ്ദേഹം എന്താണ് 480 മീറ്റർ അതായത് നോർത്തിലേക്ക് സഞ്ചരിച്ചത്. ഇപ്പം എന്താണ് ഇത് എന്ന് പറയുമ്പോൾ നോക്കിയേ, ഹൗസ് ഇവിടെയാണ്. ഹൗസിൽ നിന്നും എന്താണ് ഈ ഡയറക്ഷൻ, അതായത് എന്താണ് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഓഫീസ് ഇരിക്കുന്നത്. വീട്ടിൽ നിന്നും ഈസ്റ്റ് ഡയറക്ഷനിലാണ് എന്തിരിക്കുന്നത്? ഓഫീസ് ഇരിക്കുന്നത്. ഇനി അയാൾ ഈ 480 മീറ്റർ സഞ്ചരിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇയാൾ വീട്ടിൽ നിന്നും നോർത്തിലേക്ക് മുകളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഓഫീസിലെത്താൻ പറ്റുമായിരുന്നോ? ഇല്ല. അപ്പോൾ എന്താണ്? അത് എത്തില്ല. അപ്പോൾ എന്താണ്? വിൽ ഹി റീച്ച് ദ ഓഫീസ് ഇഫ് ഹി ട്രാവൽസ് 480 മീറ്റർ ടുവേഴ്സ് നോർത്തിലേക്ക് പോയാൽ അദ്ദേഹത്തിന് പറ്റുമായിരുന്നോ? ഇല്ല. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ഹി ട്രാവൽ 480 മീറ്റർ ടു റീച്ച് ദ ഓഫീസ്? ഏത് ഡയറക്ഷനിൽ 480 മീറ്റർ പോയാൽ അയാൾക്ക് ഓഫീസിൽ എത്താൻ പറ്റുന്നത്? ഈസ്റ്റ് ഡയറക്ഷനിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ദിസ് 480 മീറ്റർ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു ഓഫീസ് ഈസ്റ്റ്വേർഡ് ഈസ് കോൾഡ് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു. അദ്ദേഹം മൊത്തം സഞ്ചരിച്ച പാതയുടെ ലെങ്തിനെയാണെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് 480 മീറ്റർ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു ഓഫീസ് ഈസ്റ്റ്വേർഡ്സ് ഈസ് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഒറിജിനൽ ദൂരം എത്ര മാത്രമേ ഉള്ളൂ? വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എവിടെയാണ്? ഈസ്റ്റ്വേർഡ് ഡയറക്ഷനിൽ എത്രയാണ്? 480 മീറ്ററേ ഉള്ളൂ. ആ
ദൂരത്തെ പറയുന്ന അതിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത്, ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം ഇഫ് ഹി ട്രാവൽഡ് ഫ്രം ഹോം ടു ഓഫീസ് ആൻഡ് ബാക്ക് ടു ഹോം? അദ്ദേഹം ഫുൾ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് ആദ്യം 600 + 300 അങ്ങനെ 900 മീറ്റർ ദൂരം അദ്ദേഹം ഓഫീസിലേക്ക് സഞ്ചരിച്ചു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വരാൻ വീണ്ടും എന്ത് ചെയ്തു? 660 + 420 ദാറ്റ് ഈസ് ഈക്വൽ ടു 1080 മീറ്റർ വെച്ച് മൊത്തം അദ്ദേഹം എന്താണ് 1980 മീറ്റർ സഞ്ചരിച്ചു. എങ്ങോട്ട്? വീട്ടിലേക്കും തിരിച്ച് ഓഫീസിലേക്കും തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ displacement is the straight line distance from initial position to the final position. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിനെന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ പ്രത്യേകതയുള്ള? ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇതിലെന്താണ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുണ്ട്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് യൂണിറ്റ്. ഇതൊരു ലെങ്തിനെ സൂചിപ്പിക്കുന്നതല്ലേ, അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും? മീറ്റർ, എം ആയിരിക്കും. മീറ്റർ. സ്മോൾ ലെറ്ററിലാണെന്നുള്ളത് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനാണ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുണ്ട്. യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസും ഒരു ലെങ്തിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ യൂണിറ്റും എന്ത് തന്നെയായിരിക്കും? മീറ്റർ തന്നെയായിരിക്കും. പക്ഷേ ഡിസ്റ്റൻസിന് ഒരിക്കലും ഡയറക്ഷൻ ഇല്ല. അതിപ്പോൾ എങ്ങോട്ട് ഡയറക്ഷൻ കാണിച്ചാലും ഡയറക്ഷൻ ഇല്ല. ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ നോർത്ത് വേർഡ് ഡയറക്ഷനിൽ പോയിട്ട് തിരിച്ച് ഓഫീസിലേക്ക് നടന്നു വരാം. എങ്ങനെ വേണമെങ്കിലും അയാൾക്ക് പോകാം. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഒരിക്കലും ഡയറക്ഷൻ ഇല്ലാത്ത ഒരു മെഷർമെൻ്റ് ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിന് എപ്പോഴും എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. രണ്ടിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ, എം ആയിരിക്കും. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ നേരെ പോയ നമ്മൾ റോഡിലൂടെയൊക്കെ പോയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ മുകളിലേക്കോ താഴേക്കോ ഇടാൻ പോവുകയാണെന്ന് വിചാരിച്ചോ. അപ്പം ഒരു എക്സാമ്പിൾ നമ്മളിവിടെ നോക്കാൻ പോവാണ്. എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ട്രാവൽസ് ടു എ ഹൈറ്റ് 6 meter ആൻഡ് ഫോൾസ് ബാക്ക് ടു ദ ഹാൻഡ്. ഓൺ ദ ബേസിസ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇപ്പം നമ്മൾ ഇത്രയും നേരം നമ്മളത് ഗ്രൗണ്ടിലൂടെ നടന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ മുകളിലേക്ക് ഇടുകയെന്ന് വിചാരിച്ചോ. എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് ട്രാവൽസ് ടു എ ഹൈറ്റ് 6 meter. അതായത് ഒരു മുകളിലേക്ക് എറിഞ്ഞ കല്ല് എത്ര മീറ്റർ ഹൈറ്റിലേക്ക് പോയി? 6 meter ഹൈറ്റിലേക്ക് പോയി. എന്നിട്ട് കല്ല് മുകളിൽ ചെന്ന് അവിടെ ഇരിക്കുമോ? ഇല്ല. ആൻഡ് ഫോൾസ് ബാക്ക് ടു ദ ഹാൻഡ്. എന്നിട്ട് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് നമ്മൾ പിടിച്ചു. ഓൺ ദ ബേസിസ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പം when the stone reaches the topmost പൊസിഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ എത്രയായിരിക്കും? ടോപ്പ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 6 meter എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 6 meter സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ആ സ്റ്റോൺ ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 6 meter ആണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്റ്റോൺ, അതായത് സ്റ്റോണിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അതും അതായത് ഒരു സ്ഥാനമാറ്റം, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ സ്ഥാനമാറ്റം എത്രയാണ്? നമ്മുടെ കയ്യിൽ നിന്നും മുകളിലുള്ള 6 meter ഡിസ്റ്റൻസിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും 6 meter ആണ്. ഇനി അടുത്തത്, വെൻ ദ സ്റ്റോൺ ഫോൾസ് ബാക്ക് ഇൻ ദ ഹാൻഡ്. തിരിച്ച് ഹാൻഡിലേക്ക് വന്നപ്പോഴും ഇത് സഞ്ചരിച്ച ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ എന്ന് പറയുന്നത് ആദ്യം മുകളിലേക്ക് 6 meter സഞ്ചരിച്ചു, അതിനുശേഷം തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തി. അപ്പോൾ 6 + 6, അതായത് മുകളിലേക്ക് പോയ 6 meter പിന്നെ താഴേക്ക് വന്ന 6 meter കൂടി കൂട്ടി എത്രയാണ്? 12 meter ആണത് സഞ്ചരിച്ചത്. 12 meter എന്ത് ചെയ്തു? സഞ്ചരിച്ചു. 6 meter മുകളിലേക്ക് പോയി, താഴേക്ക് വന്നു 6 meter, അങ്ങനെ മൊത്തം 12 meter ദൂരം എന്ത് ചെയ്തു? അത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് അതിന് വന്ന സ്ഥാനമാറ്റം, കയ്യിൽ നിന്ന് പോയ കല്ല് തിരിച്ച് കയ്യിൽ വന്നു കഴിഞ്ഞപ്പം അതിന് വന്ന പൊസിഷനിൽ വന്ന ചേഞ്ച് എന്തുമാത്രമുണ്ട്? 0 ആയിരിക്കും. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സ്ഥാന വ്യത്യാസം സംഭവിച്ചത് എന്തുമാത്രമാണ്? 0 ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സംഭവിച്ചത്. അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്റ്റോൺ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അടുത്ത വീണ്ടും ഒരു പിക്ചർ കാണിച്ചിരിക്കുകയാണ്. അമ്മ മോൻ സ്കൂളിൽ വിട്ട് വീട്ടിൽ വരുമ്പോൾ അമ്മ ചോദിക്കുകയാണ്, അലാസ് ഈസ് യുവർ സ്കോർ 0 ടുഡേ? അപ്പോൾ കഷ്ടം, ഇന്ന് നിൻ്റെ സ്കോർ 0 ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മകൻ പറയുകയാണ്, നോ അമ്മ,
ടുഡേ മൈ ടീച്ചർ ടോട്ട് മീ ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇന്ന് എൻ്റെ ടീച്ചർ എന്നെ എന്ത് പഠിപ്പിച്ചു? ഡിസ്പ്ലേസ്മെൻറ്റ് പഠിപ്പിച്ചു. സി ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഒക്കേർഡ് ടു മീ വെൻ ഐ വെൻറ്റ് ടു സ്കൂൾ ആൻഡ് കെയിം ബാക്ക്. അപ്പോൾ ഇതാണ്, അതായത് സീറോയാണ്. അതായത് ഞാൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പം എനിക്ക് സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? സീറോയാണ് എന്ന് അമ്മയോട് മോൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ while stating the displacement, it is necessary to indicate the direction along with the magnitude of the distance travelled. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റേറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് നെസസറി ടു ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ അലോങ് വിത്ത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ എന്താണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യണം? ഡയറക്ഷനും അലോങ് വിത്ത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഡയറക്ഷനും കൂടി കമ്പൽസറി ആയിട്ട് എന്തിനകത്ത് കൊടുത്തിരിക്കണം? ഡിസ്പ്ലേസ്മെൻറ്റിന് കൊടുത്തിരിക്കണം. ഇനി സച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ റെഫേർഡ് ടു ആസ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? അതായത് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതായത് ചില ലെങ്ത് അല്ലെങ്കിൽ എന്താണ് ചില കാര്യങ്ങൾ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെയുള്ള ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ റെഫേർഡ് ടു ആസ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. എന്താണ്? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് വിച്ച് ദ ഡയറക്ഷൻ ഈസ് നോട്ട് ടു ബി ഇൻഡിക്കേറ്റഡ് ആർ കോൾഡ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. പക്ഷേ ചിലതിനകത്ത് എന്താണ്, ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനകത്ത് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള എന്താണ് ക്വാണ്ടിറ്റീസിന് പറയുന്ന പേരാണെന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി, എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കോൾഡ് എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ്. എന്നാൽ ഡിസ്റ്റൻസിനകത്ത് നമ്മൾ ഡയറക്ഷൻ കാണിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓൺലി ഹാവിങ് മാഗ്നിറ്റ്യൂഡ്, അത് നോ ഡയറക്ഷൻ. അതുകൊണ്ട് അതെന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി അടുത്തത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഈസ് ഡിസ്റ്റൻസ് ദെൻ എ വെക്റ്റർ ഓർ എ എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റി. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പഠിച്ചു. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ആണോ സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ എന്നാണ് ചോദിക്കുന്നത്? സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി അടുത്തത് ഇതുവരെ പഠിച്ചതിൻ്റെ ബേസിൽ നമ്മളോട് കുറച്ച് ടേബിളുകളും കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യാനാണ് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫർമേഷൻ യു ഹാവ് ഗാതേഡ് ഒബ്സർവ് ഫിഗർ 6.4 ആൻഡ് കംപ്ലീറ്റ് ടേബിൾ 6.3. A person starts his journey from A and goes to D through B and C and comes back to A. ഇവിടെ ഫിഗർ കാണിച്ചിരിക്കുകയാണ്. ഫിഗർ കാണിച്ചിട്ട് നമ്മളോട് എന്താണ് ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫർമേഷൻ യു ഹാവ് ഗാതേഡ് ഒബ്സർവ് ഫിഗർ 6.4. 6.4 എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഹിസ് ജേർണി ഫ്രം എ ആൻഡ് ഗോസ് ടു ഡി ത്രൂ ബി ആൻഡ് സി ആൻഡ് കംസ് ബാക്ക് ടു എ. എന്നിട്ട് എവിടെ തിരിച്ചെത്തി? എയിൽ തിരിച്ചെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ എന്താണ് പോയിന്റിലുമുള്ള അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ടേബിളിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്? ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ദ ട്രാവലർ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ബിയിൽ എത്തുമ്പോൾ എയിൽ നിന്നും പുറപ്പെട്ടു ബിയിലെത്തും. ബിയിലേക്കുള്ള ഏറ്റവും എന്താണ് ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ വേണ്ടി 60 മീറ്റർ എടുത്തു. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? അദ്ദേഹം എന്താണ് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ വേറെ ഏത് വഴിക്ക് പോയാലും പറ്റില്ല. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര തന്നെയാണ്? 60 മീറ്ററാണ്. ഇനി അടുത്ത സിയിലേക്ക് എത്തുക. സിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ച ഈ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ്? 60 + 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 മീറ്ററാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിയേ, അദ്ദേഹത്തിന് ഇതിലെ ചുറ്റി കറങ്ങി പോകേണ്ട കാര്യമുണ്ടോ? ഇതിലെ നേരെ അങ്ങ് കയറിപ്പോയാൽ പോരെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 80 മീറ്ററാണ് കേട്ടോ. 80 മീറ്ററാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡിയിലെത്തുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? 60 + 60 + 30. അപ്പോൾ 60 60 120 30 150 150 മീറ്ററാണ് എന്തെന്ന് പറയുന്നത് അദ്ദേഹത്തിന് സംഭവിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റോ എയിൽ നിന്നും ഡിയിലേക്ക് എത്താനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എവിടെയാണ്? ഇവിടെ 100 മീറ്ററാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് എന്താണ്? സിയിലെത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച എയിൽ നിന്നും ഉള്ള അദ്ദേഹത്തിൻ്റെ ഡി വരെ എത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 മീറ്ററാണ്. ഇനി അദ്ദേഹം തിരിച്ച് എയിലെത്തി. അപ്പോൾ എയിലെത്തിയപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 + 60 + 30 + 100. അപ്പോൾ എന്താണ്?
120, 150, 250 മീറ്റർ ദൂരമാണ് അദ്ദേഹം സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എയിൽ തിരിച്ചെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷനുണ്ടായ ചേഞ്ച് എത്രയാണ്? 0 അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ടേബിൾ എന്ന് പറയുന്നത്. ഈ ടേബിൾ എന്താണ്, ഈ പിക്ചർ മനസ്സിലാക്കുക, ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പിക്ചറാണ്. അടുത്ത് ലെറ്റ് us observe the two figures showing the journey of a person from A to C through B. അതായത് 2 പിക്ചർ കാണിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ പിക്ചറിൽ എയിൽ നിന്ന് ഇവിടെയാണ് ബി നിൽക്കുന്നത്, ബിയിൽ നിന്ന് സിയിലേക്ക് പോകണം. അപ്പം അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റൻസ്, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അക്കോർഡിംഗ് ടു ഫിഗർ 65A, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? 65A പിക്ചർ അനുസരിച്ച് അദ്ദേഹം സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് എയിൽ നിന്നും സിയിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ്, ബിയിലൂടെ പോകണം. അപ്പോൾ 60 മീറ്റർ പ്ലസ് 40 മീറ്റർ 100 മീറ്റർ ദൂരമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സിയിലെത്താൻ വേണ്ടി സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? എയിൽ നിന്നും ഈസ്റ്റ് വേർഡ് ഡയറക്ഷനിലുള്ള ഏറ്റവും സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 80 മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 80 മീറ്ററാണ്. ഇനി അടുത്ത് വാട്ട് ഇസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അക്കോർഡിംഗ് ടു ഫിഗർ 65B, വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇനി ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. എയുടെയും ബിയുടെ ഇടയ്ക്ക് നേരെ എന്താണ് സ്ട്രേറ്റ് ലൈനിലുള്ള ഒരു പോയിന്റ് തന്നെയാണ് ബി. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 60 + 40 = 100 മീറ്ററാണ് സിയിലെത്താൻ വേണ്ടി സഞ്ചരിച്ചത്. അതേസമയം അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും എത്ര തന്നെയാണ്? എയിൽ നിന്ന് സിയിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ 60 + 40 = 100 തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര തന്നെയാണ്? 100 മീറ്റർ തന്നെയാണ്. ഇനി അനലൈസ് ദ 2 ആൻസേഴ്സ് ഒബ്റ്റെയിൻഡ് ആൻഡ് ഫൈൻഡ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിക്കംസ് ഈക്വൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഏത് കണ്ടീഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും മാഗ്നിറ്റ്യൂഡും എന്താണ് ഡയറക്ഷനും സെയിമായി വന്നതെന്ന് നമ്മളോട് സയൻസ് ഡയറിയിൽ ഫില്ല് ചെയ്യാൻ പറയുകയാണ്. ഇനി അടുത്ത് വെൻ എ ബോഡി ട്രാവൽസ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഈക്വൽ. അപ്പോൾ എന്താണ്, ഒരു ബോഡി എന്താണ് സെയിം ഡയറക്ഷനിൽ എന്താണ് ഒരു സ്ട്രേറ്റ് ലൈനിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ വെൻ എ ബോഡി ട്രാവൽസ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ, ഒരു സ്ട്രേറ്റ് ലൈനിലൂടെ സഞ്ചരിക്കണം ഇൻ ദ സെയിം ഡയറക്ഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഈക്വൽ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓൺ ദ ബേസിസ് ഓഫ് യുവർ ഫൈൻഡിങ്സ് റൈറ്റ് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ 6.4. അപ്പോൾ എന്താണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ 6th ചാപ്റ്ററിൽ എന്തിനെക്കുറിച്ച് പഠിക്കുന്ന ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, മോഷൻ ഓഫ് എ ബോഡി, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചത്? എന്താണ് വാട്ട് ഈസ് എ വെൻ എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ഓർ വെൻ വി സെഡ് ടു ബി എ ബോഡി വി സേ ദാറ്റ് എ ബോഡി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. എപ്പോഴാണ് ഒരു ബോഡി റെസ്റ്റിലാണ് അല്ലെങ്കിൽ ഒരു മോഷനിലാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒന്നാമത്തേത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൾഡ് റെഫറൻസ് ബോഡി, എന്തിനെയാണ് റെഫറൻസ് ബോഡി എന്ന് വിളിക്കുന്നത്? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ, അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് തരും, ഒരു റെഫറൻസ് ബോഡി തരും. ആ റെഫറൻസ് ബോഡിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ബോഡി ഇസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ അതെ അതിൻ്റെ മോഷനിലാണോ സ്റ്റേറ്റ് ഓഫ് മോഷനാണോ എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് പഠിച്ചത് ഡിസ്റ്റൻസ് എന്താണ്, വാട്ട് ഈസ് ഡിസ്റ്റൻസ്, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്, വാട്ട് ഈസ് വെക്റ്റർ ക്വാണ്ടിറ്റി, വാട്ട് ഈസ് സ്കെയിലർ ക്വാണ്ടിറ്റി. പിന്നെ ഗിവ് എക്സാമ്പിൾസ്. പിന്നെ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് മീറ്റർ, യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റും മീറ്റർ. പിന്നെ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, സ്കെയിലർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് ഡിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇത്രയും എന്താണ് അടുത്ത പോർഷൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.